ഹലോ. ഇന്നത്തെ നമ്മുടെ വീട്ടിലെ അമ്മൂമ്മമാരും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പ്രായമായവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരാരെങ്കിലും വന്നിട്ട് ഒരു ബ്ലൗസ് തയ്ച്ച് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടോ നമ്മളിന്ന് തയ്ക്കുന്നത്. അതായത് നമ്മുടെ ബ്ലൗസിൽ നിന്നിട്ടും കുറച്ച് വേറിട്ട് നിൽക്കുന്ന ബ്ലൗസാണല്ലോ അവരുടേത്. നമ്മുടെ ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്തതെന്നും അതിൻ്റെ അളവ് എങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബ്ലൗസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മേത്ത് നിന്നുള്ള അളവാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഇറക്ക് കണ്ടുപിടിച്ചിട്ട് ഇറക്ക് കൊടുക്കുക, അതുപോലെ വണ്ണം മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് കഴുത്ത് കൊടുത്തത്. കഴുത്തിൻ്റെ ഇറക്ക് നമ്മളിവിടെ ഒരു 5.5 കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഷോൾഡർ ഞാനിവിടെ ഒരു 4.5 എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൈക്കുഴി നമുക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിനെടുത്ത അളവും അതുപോലെ തന്നെ ഷോൾഡറും തമ്മിലുള്ള അളവുണ്ടല്ലോ മൊത്തമായിട്ട് വരുന്നത്, അത് താഴോട്ട് എടുത്താൽ മതി കേട്ടോ. കൈക്കുഴി ഞാനിവിടെ 7.5 എടുത്തിട്ടില്ല കേട്ടോ, ഒരു 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വണ്ണം കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5-5.5 ഇഞ്ചോളൊക്കെ എടുത്താൽ മതി. പിന്നെ കൈക്കുഴിയുടെ അവിടെ കുറച്ചും കൂടി ലൂസൊക്കെ വേണമെന്നുണ്ടെങ്കിലാണ് ഒരു പൊടിയും കൂടിയും ഇറക്ക് കൂട്ടിയിട്ട് ഒരു 6-6.5-7 ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ. നമ്മൾ ഈ ബ്ലൗസിൽ 2 ടെക്ക് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാ ബ്ലൗസിലും ഒരു ടെക്കൊക്കെ വരാറുള്ളൂ. അപ്പോൾ ടെക്ക് മാർക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാറിയിട്ട് അവിടെ നിന്ന് നേരെ താഴോട്ടുള്ള അളവിലാണ് കേട്ടോ ടെക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സൈഡിൽ നിന്ന് ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തിട്ട് ടെക്ക് ഞാനൊരു 3 ഇഞ്ച് മാറിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതേ ടെക്ക് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിലേക്കും കൂടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. കൈക്കുഴിയുടെ അവിടെ നമ്മൾ ടെക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴോട്ട് ഒരു 4 ഇഞ്ചോളം ഇറക്ക് വന്നിട്ടുണ്ട്. നടുഭാഗത്ത് വരുന്ന ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ചോളം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാനെടുത്ത ബ്ലൗസിന് 22 ഇഞ്ചോളം താഴോട്ട് ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന ബ്ലൗസിനനുസരിച്ച് അതിൽ ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ അളവ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ടെക്കിൻ്റെ അളവ് കണ്ടുപിടിച്ചിട്ട് എടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടെക്കിട്ട് കൊടുക്കുക കേട്ടോ. ബാക്ക് വശത്ത് ഞാൻ ഇട്ടിട്ടുള്ള ടെക്ക് ഉണ്ടല്ലോ, അത് നടുവശത്ത് നിന്ന് ഒരു 4.5 ഇഞ്ചോളം നീങ്ങിയിട്ടാണ് ടെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോൾ 2 സൈഡിലും ടെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് എത്ര ഇഞ്ച് ഇറക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. അതുപോലെ മടക്കി വെച്ച് തയ്ക്കാനാണ് കേട്ടോ. ബ്ലൗസിൻ്റെ കഴുത്ത് തയ്ക്കാനായിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ തയ്ക്കാൻ നോക്കാം, എന്നാലാണ് കഴുത്ത് കറക്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് താഴ്വശം മടക്കി തയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഹോള് തയ്ക്കാനും പട്ട തയ്ക്കാനുമായിട്ടുള്ള പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലൗസ് തയ്ക്കാനുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തയ്ക്കാൻ. അപ്പോൾ നമുക്ക് ടെക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടെക്ക് ഇതേ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ടെക്ക് ഇടുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് താഴത്തുനിന്ന് പിടിച്ചിട്ടാണ് അടിച്ച് വരേണ്ടത്. അപ്പോൾ താഴ്വശത്തുനിന്ന് വീതി ഉണ്ടാവും, ടെക്കിൻ്റെ അവസാനിക്കുന്ന ഭാഗത്ത് വീതി കുറഞ്ഞ് വരണം കേട്ടോ, എന്നാലേ ഭംഗിയിൽ നിൽക്കുള്ളൂ. നമ്മുടെ ബ്ലൗസിൻ്റെ 4ാമത്തെ ടെക്കാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്.
ടക്കിടുന്ന സമയത്ത് താഴ്ത്തും അതുപോലെ തന്നെ അവസാനിക്കുന്ന ഭാഗത്തും കെട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 വട്ടം ടക്കിട്ട് കൊടുക്കാനും നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടക്ക് അഴിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ടക്കിടൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യണം. അതിന് മുപ്പാട് നമ്മൾ കൈക്കുഴിയുടെ അവിടെ ഇട്ടിട്ടുള്ള ടക്കും കൂടി തയ്ച്ചെടുക്കണം. ബ്ലൗസിൻ്റെ താഴ്വശം നമ്മൾ മടക്കി തയ്ക്കാൻ കേട്ടോ. അപ്പോൾ വേറൊരു പീസ് വെച്ചിട്ടാണ് മടക്കി തയ്ക്കുന്നത്. അപ്പോൾ ഇതേ രീതിക്ക് നമ്മളൊരു പീസ് എടുത്തു കഴിഞ്ഞാൽ അതിന് നടു മടക്കിയതിൻ്റെ ശേഷം തയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിത് നടു കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ നടു കട്ട് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കുറച്ചും കൂടി പണി കൂടുതലാണ്. അപ്പോൾ ഈ രീതിക്ക് കട്ട് ചെയ്യുന്നൊക്കെ മുപ്പാട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പീസിൽ അങ്ങോട്ട് താഴ്വശം തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. പട്ട വെച്ചിട്ട് ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പട്ട വെച്ചതിൻ്റെ അവിടെ പതിച്ചെടിയും കൂടി തയ്ക്കുക. അതിന് ശേഷം ഇത് മറിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി സെൻറ്റർ കട്ട് ചെയ്തതിൻ്റെ ശേഷം വേണം നമുക്ക് അതിൻ്റെ കുടുക്ക് വെക്കുന്ന ഭാഗങ്ങളൊക്കെ തയ്ച്ചെടുക്കാനായിട്ട്. എല്ലാ ബ്ലൗസിലും തയ്ക്കുന്ന പോലെ ഒരു വശത്ത് ഉള്ളിലേക്കും ഒരു വശത്ത് പുറത്തേക്കും തയ്ക്കുന്ന രീതി തന്നെയാണ് കേട്ടോ ഈ ബ്ലൗസിലും നമ്മൾ ചെയ്തെടുക്കുന്നത്. ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശത്തെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേ രീതിക്ക് വെച്ച് നോക്കിയിട്ട് കഴുത്തിൻ്റെ അവിടെ അങ്ങനെ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ വെട്ടിക്കളയാം കേട്ടോ നമുക്ക്. ബാക്ക് വശത്ത് നമ്മൾ ടക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴ്വശത്ത് പട്ട വെച്ച് മറിച്ച് തയ്ക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശം ബാക്ക് വശം തയ്ക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് രണ്ടും കൂടിയിട്ട് കൂട്ടി തയ്ക്കണം. കൂട്ടി വെച്ച് തയ്ക്കുന്നേക്കാൾ മുപ്പാട് നമ്മൾ കൈയിൻ്റെ തെറ്റും കൂടി മടക്കി തയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈയിൻ്റെ തെറ്റ് നമ്മളത് ഇതുപോലെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇട്ട് കഴിഞ്ഞാൽ ഇതേ രീതിക്ക് മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ച് വലിച്ച് കളയാനായിട്ട് എളുപ്പമായിരിക്കും. കൈയും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടിയിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേ ഇവിടെ നമ്മൾ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ രീതിക്ക് പിടിച്ചതിൻ്റെ ശേഷം നമ്മൾ തയ്ച്ചെടുക്കാം കേട്ടോ. തയ്ക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ തുടങ്ങുന്ന സ്ഥലത്ത് കെട്ടിടുക, അവസാനിക്കുന്ന ഭാഗത്തും കെട്ടിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ കൈ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. കൈ തയ്ക്കുന്ന സമയത്ത് കൈയിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ രീതിക്കാവും കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് വെച്ചതിന് ശേഷം തയ്ക്കുക. എപ്പോഴും തയ്ക്കുന്ന സമയത്ത് ആദ്യം സെൻറ്റർ വശത്തുനിന്ന് താഴോട്ട് തയ്ച്ചെടുക്കുക. ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് അപ്പുറത്തെ ഭാഗം കൂടി തയ്ച്ചെടുക്കാം കേട്ടോ നമുക്ക്. രണ്ടാമത് തയ്ച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ബ്ലൗസിൻ്റെ കൈയിൻ്റെ തുമ്പുണ്ടല്ലോ അവിടെ നിന്ന് തൊട്ടിട്ട് തയ്ച്ച് തുടങ്ങാം കേട്ടോ.
രണ്ട് സൈഡിലും നമ്മൾ കൈ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തും കൂടി തയ്ക്കാനുണ്ട്. കഴുത്ത് തയ്ക്കുന്നേക്കാളും മുപ്പാട് നമുക്കിത് മാർക്ക് ചെയ്തതിന് ശേഷം സൈഡ് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൈയിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് താഴ്വശത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബ്ലൗസിൻ്റെ രണ്ട് സൈഡ് നമ്മൾ കൂട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്ത് തയ്ച്ചെടുക്കാം. കഴുത്ത് തയ്ക്കാനായിട്ട് നമ്മൾ ക്രോസ് പീസ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് കൂട്ടി അടിച്ചതിൻ്റെ ശേഷം വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. നമ്മളെടുത്തിട്ടുള്ള ഈ പീസുകളുടെ തെറ്റുവശം നമ്മൾ ചെരിച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് തയ്ക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ റൗണ്ട് നെക്കിലൊക്കെ തയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ആ വലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിക്ക് കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുക്കുന്നത്. തയ്ച്ചെടുത്ത ക്രോസ് പീസ് ഇതേ രീതിക്ക് ബ്ലൗസിൻ്റെ നല്ല വശത്ത് വെച്ചതിന് ശേഷം ഒരു വട്ടം ഫുള്ളായി തയ്ച്ചെടുക്കാം കേട്ടോ. തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾവശത്ത് നിൽക്കുന്ന ആ തുണി ഉണ്ടല്ലോ, അവിടുത്തെ ഇതേ രീതിക്ക് കട്ട് ചെയ്തിടണം കേട്ടോ. അത് മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വിടണം. ഇതേ രീതിക്ക് നമ്മുടെ തുണീനെ പിടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ തെറ്റുവശത്ത് ഒരു തുണി നിൽക്കുന്നുണ്ടല്ലോ, അതിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് ബാക്കി തുണീനെ മടക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ചിട്ടില്ലേ, അതേ കൂടെ തെറ്റത്ത് കൂടെ അടിച്ചെടുക്കുക കേട്ടോ. ബ്ലൗസിൻ്റെ കഴുത്ത് മുഴുവനായിട്ട് നമ്മളിത് ഈ രീതിക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കി ബാക്കിൽ നിൽക്കുന്ന ആ തുണി ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കാം കേട്ടോ. ഇനി തയ്ക്കണത് നമുക്ക് വലിയ കാണിയിട്ടിട്ട് തയ്ക്കാം. അപ്പം നമുക്ക് ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും. നമ്മുടെ കൂട്ടത്തിലേ ഇനിയും കുറേ പേർക്ക് ഇതുപോലെയുള്ള ബ്ലൗസ് തയ്ക്കാൻ അറിയാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ധൈര്യമായിട്ട് തയ്ച്ച് കൊടുത്തോട്ടോ. പുതിയ കൂട്ടുകാരാണ് നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ തയ്ച്ചെടുത്ത ബ്ലൗസ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മയുടെ ബ്ലൗസാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല ലൂസ് ഇട്ടിട്ട് വേണമെന്ന് പറഞ്ഞ കാരണം തന്നെയാണ് നമ്മൾ ലൂസ് ഇട്ട് തയ്ച്ചിട്ടുള്ളത്. പിന്നെ ഈ കോട്ടൻ്റെ തുണിയായ കാരണം തന്നെ ഇതൊരു കഴുകൽ കഴിഞ്ഞാൽ നന്നായി ചുരുങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇത്തിരി പ്രായമായവരുടെ ആകുമ്പോൾ ഇത്തിരി ലൂസൊക്കെ ഇട്ട് തയ്ക്കാൻ നോക്കാം കേട്ടോ. ബ്ലൗസ് തയ്ക്കൽ കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് വശത്ത് നിൽക്കുന്ന തുണി ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് വെട്ടിക്കളയരുത് കേട്ടോ. കുറച്ച് നമ്മളെപ്പോഴും അവിടെ നിർത്തിയിട്ട് വേണം തയ്ച്ചത് കൊടുക്കാനായിട്ട്. ബ്ലൗസിൽ ലൂസ് കൂട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ തുണി നിർത്തിയാലാണ് കേട്ടോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ തയ്ച്ച ബ്ലൗസിലും ഇതേ രീതിക്ക് കണ്ടോ, തെറ്റുവശത്ത് കുറച്ച് തുണി ഇട്ടിട്ടാണ് കേട്ടോ തയ്ച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.